SLC മക്കളെ, വെൽക്കം ടു യുവർ ചക്ക പ്രഡിക്ഷൻ. ഇതിൽ നമ്മൾ ചെയ്യാവുന്ന 20 മാർക്സിന്റെ പ്രഡിക്ഷൻ ആണ് മക്കളെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാത്സിൽ നമുക്ക് ഈ പോയം അല്ലെ ഈ ചാപ്റ്റർ ഈ കഥ എന്നുള്ള പ്രഡിക്ഷൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട്, പക്ഷേ 20 മാർക്ക് എനിക്ക് ഉറപ്പായിട്ട് വരുന്നത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. അതുകൊണ്ടാണ് ചക്ക പ്രഡിക്ഷൻ വിളിക്കുന്നത്. ഇനി മാങ്ങാ തേങ്ങ പ്രഡിക്ഷനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും കമന്റ് ചെയ്യുക. അത് വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ മക്കളെ, വീണ്ടും പ്രഡിക്ഷൻ ഒക്കെ ചെയ്യുന്നത് കൊള്ളാം, ചെയ്യും, ഞാൻ പഠിപ്പിച്ചതും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ നിങ്ങൾ പഠിക്കാനുള്ള എല്ലാ ഒരു 10 മണിക്കൂർ ലൈവ് ഞാൻ എടുത്തിട്ടുണ്ട്. സൺഡേ ഒരു 5 hour ലൈവ് ഉണ്ട്. അത് മിസ് ചെയ്യാതെ ഏറ്റവും ബെസ്റ്റ് 2 ക്ലാസ് ആയിരിക്കും. അത് കണ്ടാൽ നിങ്ങളുടെ എക്സാം A+ ഉറപ്പാണ്. ഓക്കെ, ഇനി കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ +1 ബാച്ചിന് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വേദന അഡ്മിഷൻ എടുത്ത് വെച്ചോ. പിന്നെ മക്കൾ, ഇത് പ്രഡിക്ഷൻ അല്ല, കാൽക്കുലേറ്റഡ് പ്രഡിക്ഷൻ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ പ്രൂഫോടെ കാണിച്ചത്. ഓക്കെ, 2 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, നിങ്ങളുടെ പേപ്പർ ഞാൻ കുറേ അനലൈസ് ചെയ്തിട്ടുണ്ട്, കുറേ വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 കാര്യങ്ങളാണ് എല്ലാവർക്കും കിട്ടുന്ന 20 മാർക്ക്. ശ്രദ്ധിച്ചോ. കൺസ്ട്രക്ഷൻ നോക്കുക. ഈ വർഷം എക്സാമിന് ചോദിച്ചത് 3, 4, 5 മാർക്ക്. എത്ര മക്കളെ, എത്ര മാർക്ക് കിട്ടിയത്? ഇവിടെ 9, 12 മാർക്ക് ടോട്ടൽ വന്നു. 12 മാർക്സിന് ടോട്ടൽ കൺസ്ട്രക്ഷൻ വന്നു. കൺസ്ട്രക്ഷൻ നമുക്ക് 12 മാർക്കിന് മോഡലിൽ വന്നാൽ മിക്കവാറും 12 മാർക്ക് നമ്മുടെ ഫൈനലിൽ വരും. ഓക്കെ, ഫൈനലിൽ വരും. ഓക്കെ, അപ്പോൾ ആ സാധനം ശ്രദ്ധിക്കുക. ചിലപ്പോൾ 1 മാർക്ക് കൂടുതലുള്ള കൺസ്ട്രക്ഷൻ വരും. ഇപ്പം നമ്മളോട് ചോദിച്ചത് ഒരു സർക്കിളിൻ്റെയാണ്. സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിൾ പുറത്തും ട്രയാങ്കിളിനുള്ളിലും സർക്കിളിൻ്റെ ഡയഗ്രമാണ്. അതുപോരാതെ ഇവിടെ പുറത്തുനിന്ന് ഒരു ടാൻജൻറ്റ് ഇങ്ങനെ വരയ്ക്കുന്നതിൻ്റെയാണ്. ഇങ്ങനെയൊക്കെ ഒരു ഡയഗ്രാം ഓർമ്മയില്ലേ? ആ സാധനമാണ്. പിന്നെ എന്താണ്? ഇൻസർക്കിൾ വരയ്ക്കുക. ഓക്കെ, നിങ്ങൾ ട്രയാങ്കിൾ വരച്ചിട്ട് ആംഗിൾ ബൈസെക്ടർ വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന ഒരു ഇൻസർക്കിൾ വരയ്ക്കുന്നു. ആ 3 എണ്ണമാണ് ചോദിച്ചത്. ഇത് ചോദിക്കാത്തതായിട്ടൊരു ചോദ്യം കൂടെ ഉണ്ട് മക്കളെ. റെക്ടാങ്കിൾ ആൻഡ് സ്ക്വയർ ഓഫ് സെയിം ഏരിയ ഓർമ്മയില്ല നിങ്ങൾ ഇങ്ങനെ പഠിച്ചത്? ആ സാധനം ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഈ പ്രാവശ്യം എന്തുകൊണ്ടോ ചോദിച്ചിട്ടില്ല, പക്ഷെ അതും വരാറുണ്ട് പൊതുവെ. ഓക്കെ, അത് പഠിക്കാൻ വേണ്ടിയിട്ട് 2 വീഡിയോ ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്. ഇത് അലൻ സാർ കഴിഞ്ഞ ദിവസം കോമ്പസും പെൻസിലും വെച്ചെടുത്ത വീഡിയോ, വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് പക്ഷേ നിങ്ങൾക്ക് റെക്ടാങ്കിളും സ്ക്വയർ ഓഫ് സെയിം ഏരിയ മാത്രമല്ല, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ കൂടി കണ്ടാൽ മതി. എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഈ 2 വീഡിയോ മറക്കരുത്. കൺസ്ട്രക്ഷൻ 12 അല്ലേ 13 മാർക്ക് ഉറപ്പാ. അപ്പോൾ ഉറപ്പിച്ചല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മക്കളെ. നിങ്ങൾ കുറേ ആൾക്കാർ പാസ് മാർക്കിന് പ്രാർത്ഥിച്ച് പോകുന്നവരുണ്ടാവും. ഒന്ന് ജയിച്ചാൽ മതി, അല്ലെങ്കിൽ B അല്ലെങ്കിൽ C. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ 20 മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരും വിട്ടു കൊടുക്കരുത്. ഓക്കെ, ഈ 20 മാർക്ക്. ഇനി നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ, ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്റർ ഞാൻ കഴിഞ്ഞ മക്കളെ 6 വർഷത്തെ പേപ്പർ നോക്കി. 6 വർഷത്തെ പേപ്പർ എന്ന് പറഞ്ഞാൽ 6x2 മോഡലും കൂടി നോക്കിയപ്പോൾ കുറേ പേപ്പർ ഞാൻ നോക്കി. ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ കാണിച്ചാൽ നിങ്ങൾക്ക് വിശ്വാസം ആണെന്നുണ്ടെങ്കിൽ എന്നെ വിശ്വസിച്ചാൽ മതി. ഓക്കെ, 2025 മോഡൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പ്രാവശ്യം ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ, കുഞ്ഞു മാർക്ക് ക്വസ്റ്റ്യൻ, ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ വന്നു. ഓക്കെ, 2024 ഫൈനലിലും ഒരു മീഡിയൻ്റെയും ഒരു ടേബിൾ ക്വസ്റ്റ്യനും, ഒരു മീഡിയൻ്റെ ടേബിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു മീഡിയൻ്റെ ടേബിൾ ക്വസ്റ്റ്യൻ. 2023 മോഡൽ മീഡിയയിൽ ടേബിൾ ക്വസ്റ്റ്യൻ. 2022 ഫൈനൽ മീഡിയൻ ടേബിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും ഇത് സ്റ്റാറ്റിസ്റ്റിക്സിൽ വേറെ വിയേർഡാക്കാൻ പറ്റുന്ന സംഭവമൊന്നുമില്ല. ടഫാക്കാൻ കുറേ പറ്റൂല. ഈ പ്രാവശ്യം തന്നെ ഒരു ടഫാക്കിയിട്ടുള്ളൂ. ഫൈൻ ദ മീഡിയൻ മാർക്ക് ഇഫ് ഒരു 41 എന്നുള്ള നമ്പറും കൂടി ഇട്ട് കൊടുത്താൽ അത് വലിയ സംഭവം ഒന്നുമല്ല. നിങ്ങളിവിടെ കോമ്പറ്റീറ്റർ 41 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താണ് അവർ ഇതിന് 2 നടുക്കിൽ വരുന്ന ആളാണ് അവർ 35 ആണ് വരിക. എന്താണെന്ന് വെച്ചാൽ ഓക്കെ, അതിനേക്കാളും ടഫാകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന എന്താ, ഇവിടെ 2ഉം ഇവിടെ 5ഉം. ചില വർഷങ്ങളിൽ നോക്കിയാൽ ഇവിടെ 3 മാർക്കും, ഇവിടെയല്ല, ഈ വർഷം വന്നത് 3 മാർക്കും ഏതൊരു വർഷം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ 2 മാർക്ക്, 8 മാർക്ക്. ഓക്കെ, അപ്പോൾ ചില വർഷങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 8 മാർക്കും സ്റ്റാറ്റിസ്റ്റിക്സിന് വരും. 7 മാർക്കാണ് സ്റ്റാൻഡേർഡ്, 8 മാർക്കും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 8 മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ഒറ്റൊരു വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, ഈ ഒറ്റ വീഡിയോ 12 മിനിറ്റ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ട്രിക്സോടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളൊരു 12 മാർക്ക് ഉറപ്പായി. അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ എന്നുള്ള 12, 13 മാർക്ക് ഉറപ്പായി. 20 മാർക്സ് ഉറപ്പാണ്. ഓക്കെ, ഇതൊരിക്കലും മാറാൻ പോകാത്തൊരു സംഭവമാണ്. എപ്പോഴും ഇത് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റഡ് പ്രഡിക്ഷൻ ആണ് തരുന്നത്. ഇതേപോലെ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കമൻറ്റ് എന്താണെങ്കിലും ചെയ്യണം, ഏത് ചാപ്റ്ററിനാണ് വേണ്ടത്. ഓക്കെ, ഇതൊക്കെ കാൽക്കുലേറ്റഡ് പ്രഡിക്ഷൻ ആണ്. അപ്പോൾ ഇതെന്താണെങ്കിലും പഠിച്ചു പോവാ. 20 മാർക്സ് ഉറപ്പാക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ എത്ര ടഫ് ആയാലും എത്ര സിമ്പിൾ ആയാലും ഇത് എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെ പഠിക്കണമെന്നും കൺസ്ട്രക്ഷൻ എവിടെ പഠിക്കണം വീഡിയോ നോക്കിയിട്ടുണ്ട്, മറക്കണ്ട. പിന്നെ മക്കളെ, സൺഡേ വൈകുന്നേരം നമ്മൾ 5 മണിക്ക് തുടങ്ങിയിട്ട് 5 മണിക്കൂർ ലൈവ് ഉണ്ട്. അപ്പോൾ അത് വരാൻ ആരും മറക്കണ്ട. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് ലൈവിൽ കാണാം. ഓക്കെ.